കണ്ടില്ലേ, ഇതാണ് പരിപാടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിനെ തലോടുക, അതിന് തിന്നാൻ കൊടുക്കുക, ടാറ്റൂന് തിന്നാൻ കൊടുക്കുക. പാമ്പ് തൊഴിലിന് പോണില്ലേ. അവസാനം പഴുത്ത ചീനാണെന്ന് കാണാണ്ടിരുന്ന മതി. അത് ഇവിടെ ശ്രദ്ധിച്ച ഗൈസ്. ഇവിടെ ഗോവയിൽ എന്ത് കൊടുന്നു കൊണ്ടുവന്നത് കുറച്ച് കേസ്. അതെന്താ തീർത്തോ? കുടിക്കാത്ത സാധനങ്ങൾ കുടിക്കുക, അങ്ങനെ എന്തെങ്കിലും. പെപ്സി കുടിക്കാത്ത ചാർലിക്ക് എന്ത് കൊണ്ടുവന്നു? ചാർലി ചേട്ടൻ എന്റെ സ്നേഹം. കുറച്ച് പനിയും കൂടി പോയി. ഗൈസ്, അപ്പൊ എന്തായാലും 5 ദിവസത്തെ പര്യടനത്തിന് ശേഷം ദേശാടനം, പര്യടനം, സർക്കിട്ട്, അങ്ങനെ എന്ത് വേണേ പറയാം. മാതാപിതാക്കളുടെ ഭാഷയിൽ പറയുന്നത് തെണ്ടല്. അതിനുശേഷം എഡ്വിൻ BCB തിരിച്ച് ബൂട്ട് ക്യാമ്പിലോട്ട് വന്നിട്ടുണ്ട്. കോളേജ് ട്രിപ്പ് ആണോ, ഐവി ആണോ, ഐക്യു ആണോ? ഇതെന്തായിരുന്നു ഈ പോയത്? ട്രിപ്പ് കോളേജ് ട്രിപ്പ് ഒക്കെ ഉണ്ടല്ലേ? ഐക്യു അല്ല, ഐവി അല്ലാതെ സ്കൂൾ ട്രിപ്പ് പോലെ ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. ഇന്ന ബിൽഡിംഗിൽ കയറണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ കോളേജ് ട്രിപ്പ് ആക്കിയത് 2 പേര്. അത് വൈഷ്ണവും ജെറാൾഡെന്ന് പറഞ്ഞത് എല്ലാ ഫ്രണ്ട്സ്. നീ എന്താ കൈ വെക്കുന്നേ? എങ്ങനെയുണ്ട് ഗോവ? നീ ഗോവ പോയിട്ടുണ്ടോ? നമ്മള് ഗോവ പോയിട്ടൊന്നും ഒരു കാര്യമില്ല. സത്യമാണ്, നമ്മള് ഗോവ പോയ ഇങ്ങനെ മാനത്തോട്ട് നോക്കി ഒരു 10-20 ബീച്ച് കണ്ടില്ല. ഞാൻ അതന്നെ വിചാരിച്ചേ. സത്യം, ഒരു കേരള ഇല്ല. കൊറേ കാണാൻ നല്ല രസമുള്ള കാണാനൊന്നുമില്ലെന്നോ? ഇവിടെ ആലപ്പുഴയുടെ ബീച്ച് 10 പ്രാവശ്യം കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുക. ബീച്ചുള്ള കുറെ സാധനങ്ങളൊന്നും. പിന്നെ വല്ലപ്പോഴൊക്കെ വല്ല കളർ ഞാൻ ഒരു ചായ കുടിക്കാൻ വേണം അവിടെ 50 രൂപ. അതെങ്ങനെ നിനക്കറിയാം? അവിടെ അതിന് മാത്രമേ വില കുറവുള്ളൂ. അവിടെ 47 രൂപ ഒരു മാസം 70 രൂപ പോയി മേടിച്ചേ. അവര് പറയാ 47 രൂപ ആണെങ്കിൽ ഗ്ലാസ്സിൽ കുറച്ച് ഒഴിച്ചു തരാന്ന്. ഞാൻ സാധനത്തിന് മാത്രമേ അവിടെ വില കുറവുള്ളൂ. ഇപ്പൊ എന്ത് ഗോവയിൽ അങ്ങനെ പറയാ? അവിടെ ഭയങ്കര ഇതാ. ചായ 10 ചായയുടെ കാശ് കൊടുക്കണം. ഓ ചായ അഡിക്റ്റ് ആയ നിനക്ക് ചായ കുടിക്കുന്ന ഒരു തെണ്ടി. എന്നിട്ട് ചായയുടെ പൈസ വെച്ചിട്ട് ഞാൻ തന്തൂരി ചായ കുടിച്ചു. കൊറേ ചായയൊക്കെ ഞാൻ ട്രൈ ചെയ്തു. അപ്പോഴും നീ ട്രൈ ചെയ്തു? തന്തൂരി ചായ ട്രൈ ചെയ്തു. മാറി ചായ ട്രൈ ചെയ്തു. ഇവിടെ ഇല്ലാത്തത് എന്താണ് അവിടെ ഉള്ളത്? മെയിൻ ആയിട്ടുള്ളതൊക്കെ വ്ളോഗില് വരുന്നതായിരിക്കും. ക്ലിപ്പ് എടുത്തിട്ടുണ്ടല്ലേ? പിന്നെ അതുപോലെ തന്നെ ഗൈസ്, കൊമ്പൻ രാവിലെ നാട് വരെ പോയിട്ടുണ്ട്. ഓക്കെ, രാവിലെ പുലർച്ചയ്ക്ക് ഈവൻ ഇഷ്ടം പോലെ വ്ളോഗ് എടുത്തു എന്നൊക്കെ പറയാം. ഇഷ്ടം പോലെ ഒന്നുമല്ല, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുള്ള് ഞാൻ കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഗോവ മൊത്തം കവർ ചെയ്തു. ഫുള്ള് കവർ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലാത്ത ആ ഒരു ഫ്ലോയിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഫ്ലോ ഉണ്ടോ ഇല്ലെന്ന് ചിലപ്പോ അവിടെ ഇല്ലാത്തതുകൊണ്ട്. എടി ഞാൻ രാത്രി ഒന്ന് വീഡിയോ കോൾ ചെയ്യാൻ എടുത്ത് പോലും അവൻ എടുക്കാൻ സമയമില്ല. രാത്രി വീഡിയോ അല്ലേ ഇവന്മാർ രാത്രി ആയിരിക്കും ഇറങ്ങുന്നേ. ഒരു മാതാവിനെ ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും എഡ്വിൻ BCB വ്ളോഗ് എടുത്ത് നിങ്ങളെന്താ കണ്ടിട്ട് അതിനെ കുറച്ച് കാര്യമാണ്. നമ്മള് ഇപ്പൊ നിൽക്കുന്നത് ഗോവയിലാണ്. ഇന്ന് നമ്മുടെ കോളേജ് ട്രിപ്പ് ഫസ്റ്റ് ഡേ ആണ്. അല്ല ഫസ്റ്റ് ഡേ പുലർച്ചെ മണി 10 ഗൈസ്. അപ്പൊ എന്തായാലും നമ്മള് നേരെ ഈ ഒരു ട്രിപ്പിന്റെ ഫുൾ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഒരു മെമ്മറീസ് ആയിട്ട് നടക്കും. എന്താ ഗൈസ്, നമ്മള് നേരെ ഹോട്ടലിലേക്കാണ് പോണത്. നമ്മള് ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. നമ്മള് ഹോട്ടലിലേക്ക് വന്നിട്ട് അങ്ങനെ നമ്മള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസ് ആയി കഴിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? കഴിച്ചോ ബ്രോ, എങ്ങനെയുണ്ട്? അൽബിക്ക് വീഡിയോസിലൊക്കെ വരാൻ ഭയങ്കര നാണക്കാണ് ഗൈസ്. ഇതുണ്ടോ ഭയങ്കര വലിയ ക്യൂ ആ. ഇല്ല ഞാനിടും ഹാരിസ് ബ്രോ. ഓക്കെ ബ്രോ ചിരിക്കും കണ്ടോ? ഇതൊക്കെ ഗൈസ് ഇവരൊക്കെ തന്ത പൈവാ. പറയാലോ, ഇവര് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടില്ല, തന്ത സ്കീവ്. ഇവിടെ വന്നപ്പോ ഞാൻ ബജ്ജിക്കട ഇടുന്ന പോലെ ലിക്കറിന്റെ ഓരോ ഷോപ്പൊക്കെ കാണാൻ. സത്യം ഇവിടെ വന്ന നാട്ടില് ബജ്ജിക്കട ഇടുന്നല്ലേ? അതുണ്ടോ ഗൈസ്? അതുണ്ടോ
ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇനി റൂമിലേക്ക് വേണ്ടി പോയി റൂമിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്നൊന്നും അറിയത്തില്ല. എന്ത് പരിപാടി ആൽവിനെ? ഇൻട്രോവേട്ടെ ഇൻട്രോവേട്ടെ. അപ്പോൾ എന്തായാലും റൂമെത്തിയിട്ട് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഡ്രസ്സൊക്കെ ഇത് ചെയ്ത് നമ്മൾ ഔട്ടിങ്ങിന് വെളിയിലേക്ക് ഇറങ്ങി. എങ്ങോട്ടാ പോകുന്നത് അറിയാവോ? ഫുഡ് കഴിക്കാൻ. എങ്ങോട്ടൊക്കെയോ പോകുന്നു. ആദ്യമേ ഫുഡ് കഴി. നല്ല വിശപ്പുണ്ട് ഗൈസ്. കയറി ചെന്നത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഫുള്ള് ഞാൻ കിടന്ന് ഉറങ്ങി. ബ്രോ ഗൈസ് 2500 ഇവര് ഇവിടുന്ന് തന്നല്ല. 2500 രൂപ ഇവര് മേടിച്ചാ. ഇവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാം. ഫോൺ വിളിച്ചാൽ കിട്ടൂല. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അല്ല ഗൈസ്, ഇതുവരെ വെറുതെ അവരോട് സംസാരിക്കണം. അവിടെ പല പല ലൊക്കേഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ 10 കിലോമീറ്റർ റേഡിയസ് കൺട്രോൾ ചെയ്യാൻ സെക്യൂരിറ്റി ഫോർ ദ ഗേൾസ് ബോയ്സ്. ഫുഡ് കഴിച്ചിട്ടാണ് നല്ല വിശപ്പുണ്ട് ഗൈസ്. പാരിസ് ബ്രോയ്ക്ക് വിശക്കുന്നുണ്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം ഫുഡ് എന്താണെന്നുള്ളത് കാണിച്ചാൽ. ഗൈസ് അപ്പോൾ എന്തായാലും ഇത് വന്നു. ഇതൊക്കെയാണ് ഉച്ചക്കത്തെ ഫുഡ്. അപ്പോൾ എന്തായാലും ഫുഡ് ഫുള്ള് ഫിനിഷ് ചെയ്ത് കാണാം ഗൈസ്. ഇവിടുത്തെ മീൻ വറുത്തത് അടിപൊളിയായിരിക്കും. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഏതോ ഒരു ഫോർട്ടാണെന്നറിയാം. എവിടെയാണെന്നറിയാവോ? എവിടെ? അഗോഡ ഫോർട്ട് ഗൈസ്. ഞാൻ വന്ന ഞാൻ ഗോവയിൽ ഫോട്ടോ ഒന്നും കാണാൻ പറ്റില്ല. വേറെ ഓ അപ്പോൾ എന്തായാലും ഇനി ഫോർട്ട് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അതാണ് കേട്ടോ അഗോഡ ഫോർട്ട്. നമ്മളിപ്പോൾ കയറിയത് അവിടെയാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. എനിക്കറിയാൻ മേല ഗൈസ്. ഇവിടെ കയറണമെങ്കിൽ എന്തൊക്കെയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും കയറിയിട്ട് കാണാം. ഗോവ വന്നിട്ട് തിര തന്നെ ഇരിക്കാന്നല്ലാതെ വേറെ സംഭവങ്ങളൊന്നുമില്ല ഗൈസ്. കയറി എന്താ സംഭവങ്ങളൊക്കെ നോക്കട്ടെ. ഗൈസ് അപ്പോൾ ഇതിനൊരു പ്രത്യേകതരം കഥയുണ്ട്. എന്ത് വരച്ചെന്ന് പറഞ്ഞാ? പുലീന ആറാറില് ആണോ വരച്ചേ? കറക്റ്റ്. അവിടുന്നൊക്കെ പുലീനെ തുറന്നു വിടും. എന്നിട്ട് നടുക്ക് ഒരാൾ നിൽക്കും. നിൽക്കുവാ തിന്നാൻ വേണ്ടി. അത് ഇതായിരുന്നു സ്ഥലം. ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ വരച്ച ഫോട്ടോ കോളേജില് ഫസ്റ്റ്. എന്നെ ഊക്കുന്നതാണെന്ന് പറയാൻ അറിയാൻ പറ്റാത്തോണ്ട് അതാ പാരിസേ. എന്താ ബ്രോ, എന്താ നീയൊക്കെ തല തിരിച്ചിരിക്കുന്നേ? ആണോ? ഇവിടെ നല്ല കാറ്റുണ്ടോ? ഇവിടെ ഫുള്ള് കിട്ടുന്ന സീനറി കേട്ടോ. സത്യം പറയാം നാളൊക്കെ മിസ് ചെയ്യുന്നു. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അധികം നാളിലൊക്കെ എല്ലാവരും മിസ് ചെയ്യുന്നു. മിക്ക പൈസ എല്ലാവരും മിസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇറങ്ങാൻ നേരത്താണ് ഒരു കാര്യം പറഞ്ഞാൽ അത് ജയിലാണ് കേട്ടോ. അറിയാൻ മേലായിരുന്നു അത് ജയിലായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങുവാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകണം. അവിടെ ചെന്നു ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും ഒരു ഫോട്ടോ കൂടി ഉണ്ട്. അത് ഏത് ഫോട്ടോ പേരെന്തോ? പേരറിയില്ല. അടുത്ത ബഗാബീച്ചാന്നറിയാം. അതെ ഗൈസ്, അതറിയാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ഫോട്ടോയിലേക്ക് പോവാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. എങ്ങനെയുണ്ട്? എടാ ഇതെന്താ നീയൊക്കെ ഇത് ക്യാമറ തുറന്നു കഴിയുമ്പോ ഇവന്മാരൊക്കെ ഇങ്ങനെയാ. രണ്ടുപേരും സ്റ്റാച്ചു കണക്ക് നിന്ന് കളയും ഗൈസ്. ഞാൻ ഇവന്മാരുടെ വാ തുറക്കത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം. ഇതുകൊണ്ട് എന്റെ ബ്യൂട്ടി ഉണ്ടോ ഗൈസ്? ഓ എന്റെ പാലടിച്ച് കിടക്കുന്നല്ലേ സായിപ്പുമാര് കിടക്കുന്നേ. ഓ അല്ല നീ ഒരു സംഭവം തന്നെ കേട്ടാ. എടാ ഒന്നും കൂടെ ഒഴിക്കാൻ പറ. ഇവൻ പട്ടീനെ കൊണ്ട് മൂത്രം ഒഴിപ്പിച്ച്. എടാ ഒന്നുകൂടി പറ. എടാ ഇവൻ നിനക്ക് റിംഗ് മാസ്റ്ററിൽ പോകാൻ മേലായിരുന്നോ? മറ്റേ ദിലീപൊക്കെ പട്ടീനെ പീസ് പേട്ടാന്ന് പറഞ്ഞ പോലെ അവള് ഒഴിപ്പിച്ച്. എന്തോ ചെയ്യാൻ വേണ്ടി പോവാ. നീ കണ്ട സാധനം കണ്ട ഗൈസ്? അത് സത്യം പറഞ്ഞ അവന്റെ പട്ടി പോലും അല്ല. അവിടുത്തെ അവിടെ ആ ചേട്ടന്മാർ കൊണ്ടുവന്ന് പട്ടിയാ. എന്നിട്ട് ഇവൻ പറഞ്ഞു ഒഴിപ്പിക്കുന്നു. നീ വെൽ ട്രെയിൻഡ് ആട്ടാ. ഇതെങ്ങനെ ലാംഗ്വേജ് എങ്ങനെ സംസാരിക്കണ്ടേ? എടാ ഒന്ന് പറയടാ. നമ്മളും ചോദിക്കട്ടെ. തുകാണോന്നേലും ചോദിക്കാല്ലേ? കണ്ട ബാ പോവാന്നൊക്കെ ചെവിയില്. ഇത് ഗോവയാ, കന്നഡ കൊത്തില്ലേ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. സൺസെറ്റ് ഞങ്ങൾ സൺസെറ്റ് ആണ്. നിങ്ങളുണ്ടോ? നന്നായി. പിന്നെ അടുത്ത എങ്ങോട്ടുള്ള അതായത് നമ്മൾ നേരെ ഹോട്ടൽ, അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയിട്ട് നിന്റെ ഇഷ്ടം പോലെ അടുത്തത് ബാഗാബീച്ചിലേക്കാണ്. നേരെ അങ്ങോട്ട് അവിടെ ഇനി എന്തോന്ന് എനിക്ക് അറിയാമല്ലോ ഗൈസ്. സത്യം പറയാം ബീച്ച് കണ്ട് ഞാൻ മലത്തിൽ ഗോവയിലൊന്നും ബീച്ച് പറ്റുള്ളൂ തേങ്ങാക്കോല ഗൈസ്. അപ്പൊ എന്തായാലും ഇനി അടുത്ത ബീച്ചിലേക്ക് ചെന്നിട്ട് കാണാം. ഇവിടെ മറ്റേ പള്ളി ദർശിക്കുന്ന പോലെയാ ബീച്ച് ദർശിക്കുന്നത്. ഓക്കെ ടാറ്റ ഗൈസ്. അവിടെ ചെല്ലണം. ഗൈസ് അപ്പൊ ഇപ്പൊ നിൽക്കുന്നത് ബാഗാ ബീച്ചിലാണ്. ബാഗാ ബീച്ചിൽ ഇപ്പൊ എത്തിയുള്ള ഗൈസ്. സത്യം പറയാലോ വണ്ടിയിൽ ഫുള്ള് പാട്ടും ഡാൻസും സംഭവം പരിപാടികളൊക്കെ ആയിരുന്നു. ഇവിടെ ഫുള്ള് ഇങ്ങനെയാണ് ഗൈസ്. എല്ലാ ദിവസവും പരിപാടിയാണ്. നമുക്ക്
ഇപ്പോഴാണ് ഇത് കഴിഞ്ഞ് നമുക്കൊരു 9 മണിയൊന്നല്ല കോർഡിനേറ്റർ പറയും, അതനുസരിച്ച് നമുക്ക് ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചാൽ മാത്രം മതി. അത് കഴിഞ്ഞ് കിടക്കും അടിച്ചു പൊളിക്കാം. തന്ത് വൈബല്ല, വൈബ് തന്ത. എന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഫ്രീ ടൈം ഉണ്ട്. അത് വരെ കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിലേക്ക് പോകണം. പിന്നെ കിടന്നുറക്കും. നമ്മുടെ സ്റ്റേയുടെ അടുത്തുള്ളൊരു പ്ലേസിലാണ് വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ടോ ഇവൻ ഉച്ചക്കൊന്നും കഴിച്ചില്ല നീ? ഇതാദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉച്ചക്കത്തെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നില്ല. ഇത് പിന്നെയും ബെറ്ററാണ്. ഇന്നത്തെ പരിപാടി എല്ലാം തീർന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പോവാ, കിടന്നുറങ്ങാം. അത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് കാണുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം. ഗൈസ് അങ്ങനെ ഡേ 3 ആണ് ഗൈസ്. രാവിലത്തെ കുളി നീ കഴിഞ്ഞിട്ടില്ല ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളെന്തായാലും പൂളിന്ന് തുടങ്ങാന്ന് വിചാരിച്ചു ഗൈസ്. ആണോ? എന്തൊരു മനുഷ്യനാണ് ഗൈസ്. ഞാൻ എന്തായാലും പൂളിൽ നിന്ന് ദിവസം സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ചാടാക്കി കുളിച്ചിട്ടാണ്. പറയണമെന്ന് എനിക്കറിയില്ല, ഭയങ്കര തണുപ്പ്. അതൊന്നും ഞാൻ പെട്ടെന്ന് കയറി. അപ്പൊ എന്തായാലും ഞങ്ങള് അടുത്ത് എന്താ ഇത് എന്തൊക്കെയാ മുഖത്ത് വെക്കുന്നേ ബ്രോ? ഇതൊക്കെ തേച്ചിട്ടുണ്ടോ? ആണോ? എന്താ ബ്രോ? എന്റെ അമ്മ. അതെ അതെ, ഞാൻ ഇനി കുറച്ചുകൂടി കറക്കുവാണെങ്കിൽ എന്നെ ഇരുട്ടത്ത് കാണാൻ പോലും പറ്റൂല. ഇന്നങ്ങോട്ടാ ബ്രോ? ഇന്ന് ഓൾഡ് ഗോവ ചർച്ച്, പിന്നെ അത് കഴിഞ്ഞൊരു സൈറ്റ് സീയിങ്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഉച്ച കഴിഞ്ഞ് ബാഗ ബീച്ച് എൻജോയ് ഈവനിങ് വരെ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും അതൊക്കെയാണ് പ്ലാൻ. എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ ഞാൻ വഴി കാണിച്ചു. വൈഷ്ണവ് 20 വയസ്സ് സിംഗിള്. ബ്രോ ഇതെന്ത് കല്യാണത്തിന് ബ്രോയുടെ എൻഗേജ്മെന്റാ? ഇതിന്റെ പൊട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഇറങ്ങി ബാക്കിയുള്ള പരിപാടി എല്ലാം കാണിച്ചു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മളിവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഗൈസ്. അവിടെ പുട്ടും കടല പാസ്ത, ഞാൻ പൂരി പാസ്ത ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഓൾഡ് ഗോവ ചർച്ചിലാണ് ഗൈസ്. ഓൾഡ് ഗോവ ചർച്ച്, ഇതാണ് ഓൾഡ് ഗോവ ചർച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ഗൈസ്. സത്യം പറഞ്ഞ മുടിഞ്ഞ വെയിൽ കേട്ടാ. ഇവിടെ നിന്ന് പൊള്ളുവാ മനുഷ്യന്മാരൊക്കെ. ഞാൻ 18 വയസ്സ് കല്യാണം കഴിച്ചുള്ള സിംഗിൾ. എടാ ഞാനൊരു പൂക്കിയായല്ലടാ കോസ്റ്റ്യൂം ഒക്കെ. എടി ഇതിന് എത്ര വർഷം പഴക്കം കാണൂടാ? ഇത് നല്ല ഇത് മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ലേ? ഓ അതിനേക്കാളും ഉണ്ട്. ഇതിന്റെ അപ്പാപ്പന്റെ പ്രായമുണ്ട് ഇത്. 1947ആണോ? എനിക്കറിയാം. നീ പറയുന്നത് പെട്ടെന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും. നമുക്ക് അകത്തേക്ക് ഫോൺ അലോ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞു ക്ഷമിച്ചു എന്ന് പറഞ്ഞു. ഇത് അറിയാതെ മറ്റേ അവിടുത്തെ തിരുഹൃദയത്തിന്റെ സംഭവം ഉണ്ട്. അപ്പൊ അറിയാതെ അലൂമിനിയം പാത്രം എന്ന് പറഞ്ഞു. അലുമിനിയം മാത്രമല്ല, ഇത് വേറൊരു വാക്കാ. നിങ്ങൾ മാറി കേട്ടതാ. ലാറ്റിൻ ആണോ സംസാരിച്ചേ? ഞാൻ പറഞ്ഞു അതുകൊണ്ട് അവിടെ പോയി സോറി പറയണോന്ന് പറഞ്ഞു. ചെറുക്കൻ അവിടെ ചെന്ന് സോറി പറഞ്ഞു തിരുഹൃദയത്തിലെ ആ ഒരു ഇതിനോട്. എന്താ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, രാവിലെ സത്യം പറയാൻ ഫുഡിന് മാത്രമേ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി തിരിച്ച് നമ്മുടെ ഫുഡ് കഴിക്കുന്ന ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ഇന്ന് നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ, സാലഡ്, അച്ചാർ. നമുക്ക് ഷോപ്പിംഗ് ഉണ്ട്. ഷോപ്പിങ്ങിന് പോകും. അത് കഴിഞ്ഞ് ബാക്കി പരിപാടി. ഇത്ര ചെറുപ്പത്തിൽ സ്കൂളിൽ പോരെ. ഇങ്ങനെ പഠിക്കരുത്. ഞങ്ങളെ കണ്ടില്ലേ ഇത്ര നന്നായിട്ട് പഠിക്കണല്ലോ. നിന്റെ ചാട്ട അക്കൗണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടാ. അതെ അതെ അതെ. എന്റെ വൈഫ് അപ്പുറം തന്നെ വിളിക്കാം. നിങ്ങളുടെ വക്രീനെ തനിക്കണോന്നാണ് കാണിച്ചു തന്നെ. അവൻ ആമ്പിള്ളേരോടല്ല താല്പര്യം, പെമ്പിള്ളേരോടല്ല താല്പര്യം. അവൻ മറ്റേ പുള്ളിയാ. അയ്യേ പിന്നെ ഇന്ന് റെയ്ഡ്. നിങ്ങൾ ഇത്ര നാൾ ആണാണ് കഴിഞ്ഞ് കണ്ടവൻ. ആണ് തന്നെയാടാ. പിന്നെ നീ എന്തിനാ ഈ ആണിന്റെ പറയടാ. ചൂടെടുത്തപ്പോ കുറച്ച് കാറ്റ് വെള്ളം കയറി. ചൂടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? AC ഇടണം. AC ഇട്ട് ഫാൻ ഇട്ട് ഇവന്റെ പുതപ്പിനൊക്കെ കയറേണ്ട കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എല്ലാരും നമ്മള് അഞ്ജന ബീച്ചിലേക്ക് വേണ്ടി പോവാണ്. അഞ്ജന ബീച്ചില് പോവാം എന്ന് സെമ്മോസ് തീരുമാനിച്ചു. അപ്പൊ എന്തായാലും നമ്മൾ അഞ്ജന ബീച്ചിൽ ഇവിടെ ഫുള്ള് രാവിലെ പള്ളിയിൽ പോകുന്ന പോലെ എല്ലാരും എല്ലാം ഇവിടെ ബീച്ച് മാത്രമേ ഉള്ളൂ. അതാ മെയിൻ പ്രശ്നം. ഗോവ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ബീച്ച് വൈബ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബ്രോ ബീച്ചിൽ നിന്ന് വല്ല ഇതും കിട്ടുമോ? മോക്ഷം. ബീച്ചിൽ നിന്ന് വല്ല മോശം കിട്ടുമോന്ന് എല്ലാം ഇവിടെ വന്നപ്പോ തൊട്ട് ബീച്ച്. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒരു ബീച്ചിലൊക്കെ വെച്ച് കാണാൻ ബീച്ച് തീർത്ഥാടനം പോലെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഗൈസ് അങ്ങനെ ഞങ്ങൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
അല്ലടാ സൺസെറ്റിന് മുന്നേ എത്താന്നാണ് വിചാരിച്ചത്. വണ്ടി ഭയങ്കര സ്പീഡായതുകൊണ്ട് ഞങ്ങൾ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി. സണ്ണല്ല എവിടെയൊക്കെയോ പോയി, എവിടെയാണെന്ന് അറിയാമല്ലോ. ഇനി ഇവിടെ നിറയെ കടകളാണ് കേട്ടോ. സത്യം പറയല്ലോ, എല്ലാ ബീച്ചിലുള്ള പോലെ ഇവിടെയും കടകളുണ്ട്. എങ്ങടാ ബീച്ച്? കടലൊക്കെ കണ്ടിട്ട് വരാം അല്ലേ ആൽബിനെ? ഫ്രഷ് ആയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ തുടങ്ങി. 2 ദിവസം കൂടെ എന്റെ കൂടെ വ്ളോഗ് കിട്ടി ഇവര് ഞാൻ ബ്ലോഗർ ആക്കും. എല്ലാവരും ഇവിടെയൊക്കെ ഫുള്ള് പാർട്ടി, വഴിയിൽ ബജ്ജി വിൽക്കുന്ന പോലെ ഇവിടെ മദ്യം വിൽക്കുന്നു കേട്ടോ. സത്യം ഗൈസ്, അങ്ങനെ ഞങ്ങള് രാത്രി കടൽ കാണാൻ വേണ്ടി വന്നു. ഈ രാത്രി വിജനമായ കടൽ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ വന്നത്. ബാക്കിൽ പബ്ബും സംഭവങ്ങളൊക്കെയാണ് ഗൈസ്. നമ്മൾ അതിലോട്ടൊന്നും പോകാത്തതുകൊണ്ട് എന്തായാലും ബീച്ചിൽ കടലോട്ട് ചെയ്യുന്നു. ഇതിനേക്കാളും നല്ലതായിരുന്നു ആലപ്പുഴ എൻ്റെ ബീച്ച്. ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും കഴിപ്പിൻ്റെ തിരക്കിലാണ് ഗൈസ്. കഴിച്ചു ഇത് മന്തി റൈസാണ് ഗൈസ്. മന്തി റൈസ്, ചിക്കൻ ഗ്രേവി, സാലഡ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെന്നിട്ട് നേരെ കടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം ഗൈസ്. ലവ് യു ഓൾ. സൈനിങ് ഔട്ട്. ബൈ. രാവിലെ കാണാം ഗൈസ്. അപ്പോൾ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എവിടെ സ്ഥലം? ഇവിടെ ഗുണാക്കി. എടാ എവിടെയാണ് ആൽബിനെ? ഗൈസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡണ്ടേലിയിലാണ്. ഡണ്ടേലി റിവർ റാഫ്റ്റിങ്ങും അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കേട്ട് എന്ത് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അവിടെ അതിൽ റൈഡ്സിലും കാര്യങ്ങളൊക്കെ കയറാൻ വേണ്ടി പോകണം ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് റൈഡ്സിലൊക്കെ കയറിയിട്ട് കാണാം. ജാക്കറ്റ് വേണ്ട, ഞാൻ ആലപ്പുഴക്കാരനാണ്. ചുമ്മാ റൈസ്. ഞാൻ എന്തായാലും ജാക്കറ്റും സേഫ്റ്റി പർപ്പസ് എല്ലാം യൂസ് ചെയ്ത് കറങ്ങുള്ളൂ ഗൈസ്. ഓക്കെ, ഇതിലാണ് നമ്മൾ പോകുന്നത്. ഈ അപ്പുറം ഇപ്പുറവും തൊള്ളയുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഓൾറെഡി നമ്മൾ നേരത്തെ കയറിയിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് ഇതിന്റെ പരിപാടിയൊക്കെ അറിയാം. ഭാഷയും ആൾക്കാരും അറിയാത്തതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇവിടെ നമ്മളടുത്ത് ഇനി കയാക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഗൈസ്. അങ്ങനെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വന്നു ഗായ്സ്. ഇവിടെ ചിക്കൻ കറി. എടാ ഇതിന്റെ പേരെന്തോടാ ഈ റൈസിന്റെ? പുലാവോ? അതെ ഗൈസ്, അതാണ് ഗൈസ്. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം എഴുന്നേറ്റ് ഇനിയാണ് പരിപാടി. ക്യാമ്പ് ഫയറും പരിപാടിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. കിടില സ്റ്റേ അല്ലടാ, അടിപൊളി സ്റ്റേ ആണ് ഗൈസ്. പിന്നെ ഈ വേറെ പ്രത്യേകത അവർ പറഞ്ഞു, ഈ ഗേറ്റിന്റെ വെളിയിലേക്ക് ഇറങ്ങി അവര് ചീറ്റ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങള് ഒരു പെപ്സി അടിക്കാൻ വേണ്ടി ചീറ്റനെ കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞ മൃഗങ്ങളാണ്. ഞങ്ങൾ ഏതോ ഒരു കാടിന്റെ നടുക്ക ഗൈസ്. നമ്മള് സാധനമൊക്കെ മേടിച്ച് തിരിച്ചു വന്നപ്പോ ഇവിടെ വൈവായി കേട്ടോ ഗൈസ്. ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. അപ്പോൾ എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ റിസോർട്ട്. അതാണ് ഗൈസ് നമ്മുടെ സ്റ്റേ സ്ഥലം ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും പെപ്സിയും സ്പ്രൈറ്റൊക്കെ നൈറ്റ് വൈബ്സിന് വേണ്ടി. ഇനി ഡാൻസ് ഉണ്ടല്ലോ, പരിപാടിയാണ്, വാട്ടർ ഡാൻസ് ഉണ്ട്. അപ്പോൾ കാണാം ഗൈസ്. ഗൈസ്, അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സർപ്രൈസ് കൊളായി കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേക്കുള്ള ആള് ഓഫായി. അവൻ എണീക്കുന്നില്ല, അവന് പനി ഗൈസ്. 2 പേര് ഇവിടെ കൊണ്ട് ഓഫായിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ നമ്മളവനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോവാ ബർത്ത്ഡേ ബോയിനെ. നിന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ ആയിരിക്കും ഇപ്രാവശ്യം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ സർപ്രൈസ് ആയിട്ട് കയറാൻ വേണ്ടി പോവാണ്. അവൻ അവിടെ എണീക്കാൻ പോലും വയ്യ ഗൈസ്. അതുകൊണ്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് കയറാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. വീട്ടില് ഫ്രണ്ട്ഷിപ്പാണ് കൂടുതൽ ഏട്ടൻ എനിക്ക് ഇത് തന്നത്. ഇവര് അജ്മലും അവരൊക്കെ സാധാരണ ഞാൻ ഏറ്റവും അധികം ഒന്നും ആരോടൊന്നും സംസാരിക്കാത്തൊരു ആളായിരുന്നു. ഇപ്പോഴാണ് ഇവരോടൊക്കെ ഫ്രണ്ട്സ് ആയാലും ഒരു കോൺഫിഡൻസ് തന്നത്. പ്ലസ് ടു വരെ എനിക്കൊരു ഫ്രണ്ട്സ് ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആകെ എന്റെ പേരിൽ ഫസ്റ്റ് വന്നപ്പോ എനിക്ക് ഉണ്ടായ ഷായി ആ റൂമിൽ കിടന്നുറങ്ങാൻ അടിമാരി എഡ്വിൻ എല്ലാരും ഉണ്ട്. റിയൽ ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് പഠിച്ച്, ആരൊക്കെ സപ്പോർട്ട് ചെയ്യുമെന്ന് പഠിച്ച്. ഇവരെയൊക്കെ വിട്ട് ഇനി ഒരു 10-45 ദിവസം കൂടെ ഉള്ളൂ. 45 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റുമെന്ന് പറയാൻ പാടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സെക്ഷനൊക്കെ കഴിഞ്ഞു, എല്ലാവരും സാഡായി. അപ്പോൾ അതൊക്കെയായിരുന്നു മെയിനായിട്ട് ആ വീഡിയോയിൽ എനിക്ക്. പിന്നെ മെയിനായിട്ട് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ വൈഷ്ണവും ജെറാൾഡിനാണ്. അടിപൊളിയായിരുന്നു അവന്മാര് കാരണം. ട്രിപ്പ് അടിപൊളിയായി. കുറെ നല്ല മെമ്മറീസ് കിട്ടി, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. പോയ ഒരാൾ തിരിച്ചു വന്നപ്പോൾ തുടരല്ലേ എന്താണ്
അവിടെയൊക്കെ നീരാ. തൊടയിലെന്താണ് നീര്? ഓക്കെ ഗൈസ്, അപ്പൊ പോയ ഒരാള് തിരിച്ചു വന്നു. അപ്പൊ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നു. ആ രണ്ടുപേരാണ് ഈ ലേഖനത്തെ വീട്ടിൽ പോണെന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ കാട്ടില്ല, ഞാൻ രണ്ടാൾക്കാർ പോണേ. നിങ്ങൾ ഒരുമിച്ചാണോ പോണേ അതോ വേറെ വേറെ വണ്ടിയിലാണോ പോണേ? ഗൈസ്, നിങ്ങൾ തെറ്റടിക്കലട്ടോ, ഇവര് നിർത്തി പോകുന്നില്ല. തൽക്കാലം വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് നിങ്ങക്ക് ഫ്ലവർ വേണോ? 14th ഫ്ലവർ വേണോ? 13 ചാവാനല്ലേ? 13 ചത്തേന്റെ ഫ്ലവർ കിട്ടു. എല്ലാരും പെട്ടെന്ന് തിരിച്ചു വരിക. പിന്നെ ഒരാൾ ഇടുക്കിയിൽ എത്തിയിട്ടുണ്ടോന്ന് അറിഞ്ഞൂടാ. പോയ സാധനം മെസ്സേജ് BSNL സിം ഇട്ടിട്ട് സിം ഇവിടെ ഇരിക്കുന്നത്. ഈ സമയം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ.